ഇന്നലത്തെ കരച്ചില് വീഴ്ചില് ഗബ്രിയുടെ അത് കഴിഞ്ഞ് പ്രപ്പോസല് അവരിപ്പോഴും ആ ഒരു ഹാങ് ഓവറിൽ നിൽക്കുകയാണ്. ഗെയിം എന്ന് പറയുന്ന സംഭവം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള സംഭവം, എത്ര ആൾക്കാരുടെ ആഗ്രഹങ്ങൾ അങ്ങനെ ഒരു ലക്കി ആയിട്ട് കിട്ടിയ ഒരു ചാൻസ് ആണ് ബിഗ് ബോസ് സീസൺ എന്നുള്ള കാര്യങ്ങളൊക്കെ മറന്നു, അല്ലെങ്കിൽ ഓർക്കുന്നില്ല, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഗെയിം കഴിഞ്ഞിട്ട് അടുത്ത സീസൺ തുടങ്ങിയിട്ട് അവരത് വീട്ടിലിരുന്ന് കാണുമ്പോഴായിരിക്കും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലായിരുന്നല്ലോ ഞങ്ങൾ ഉണ്ടായതെന്നുള്ളൊരു തോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഒരു സ്പ്ലിറ്റ് ചെയ്ത് കളിക്കാനുള്ള ഒരു പ്ലാനിങ് വരുന്നുണ്ട്. അത് പറഞ്ഞത് വളരെ ന്യായമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം എല്ലാ കാര്യം ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. പഴയ സീസണിലും ഉണ്ടായിരുന്നു ഇങ്ങനെ പുറകെ കൂടെ മൂക്ക് പിടിച്ചിട്ട് ഭയങ്കര സംഭവമാവാൻ നോക്കിയ ചില ആൾക്കാർ. എനിക്ക് വളരെ ഈവൻ അത് എനിക്ക് പേഴ്സണലി ഹിറ്റ് ചെയ്തൊരു സംഭവമാണ്. അത് നേരിട്ട് പറയാതെ വേറെ പല ആൾക്കാരോടും പലതും പറഞ്ഞു. പിന്നെ ഒരുമാതിരി എന്താ പറയുക, തേക്ക എന്ന സെൻസിലേക്ക് ഇങ്ങനെ ഷുഗർ കോട്ടഡ് വേർഡ്സ് പറയില്ലേ, അതേപോലത്തെ സംഭവങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഗബ്രി പറയുന്നുണ്ട്, മാറി കളിച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് കളിച്ചോ, പക്ഷെ അത് ലാസ്റ്റ് വന്നിട്ട് എൻ്റെ നല്ലതിനാണെന്നുള്ള വർത്താനം പറയരുത് എന്നുള്ളൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. രണ്ടുപേരും ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ എന്തുകൊണ്ട് രണ്ടുപേർക്കും നിന്ന് കളിച്ചുകൂടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ ഒരു ശരീരം, ഒരു മനസ്സ് രണ്ട് ശരീരം എന്നുള്ള രീതിയിലാണ് ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇൻഡിവിജ്വലി ടാലൻറ്റഡ് ആണ്, കാലിബർ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ മാറി ഗെയിം കളിച്ചു. ഇപ്പോൾ ഗെയിം മുറുകാൻ പോവുകയാണ്. ഇനി ഒരു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് 50 days ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കോമ്പറ്റീഷൻ ആകുന്ന രീതിയിൽ പോകും. അപ്പോൾ അത് മാറി നിന്ന് രണ്ടുപേരും ഇന്നലെ പറഞ്ഞ മാതിരി സ്പ്ലിറ്റ് ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗെയിം ഷോ പോകാൻ പറ്റും, കാണാനും പറ്റും. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ഒരു വൈൽഡ് കയറി ഇവരുടെ ഇടയിൽ കുത്തിത്തീർപ്പ് ഉണ്ടാക്കി പിന്നെ എഗെയിൻ ഇവർ മെൻ്റലി ഡൗൺ ആയി. ഇവർ നല്ല ചാൻസ് സമയമാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പുറത്തിറങ്ങിയിട്ട് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നുള്ളൊരു വർത്താനം പറയരുത്. കാരണം എന്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ സംസാരിക്കുക, എല്ലാ കാര്യം ക്ലിയർ ആയിട്ട് പറയാന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വന്നിട്ടുണ്ട്. അത് തികച്ചും ന്യായമാണല്ലേ. കാരണം എനിക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് കാരണം ഗെയിം കളിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് മെൻ്റൽ പ്രഷർ ഉണ്ട്, എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഫ്രണ്ട്ഷിപ്പൊക്കെ പുറത്ത് വെച്ചാവും കുറച്ചും കൂടി നമുക്ക്, പുറത്താകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് അടുത്ത് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. ഇവിടെ ഇപ്പോൾ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്, നമ്മൾ ഗെയിം കളിക്കാം എന്നുള്ള രീതിയിൽ പോയാൽ കുഴപ്പമില്ല. അതല്ലാതെ ഒരു ഇവരിപ്പോൾ ഇത്രയും ദിവസം അടുത്തുനിന്ന് സംസാരിച്ചായതുകൊണ്ട് അത്യാവശ്യം ഫേസ് കാണുമ്പോഴും ആ ഒരു സംസാരം കാണുമ്പോഴൊക്കെ മനസ്സിലാവും ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് കണ്ണ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ മേ ബി ഫീൽ ചെയ്തിട്ടായിരിക്കും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ള വർത്തമാനം പറയാൻ നിൽക്കരുതെന്നുള്ളത്. അത് ശരിയാണ്, ഉള്ള കാര്യമുള്ള പോലെ പറഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങളല്ലേ ഉള്ളൂ ഇവിടെ. എന്താണെങ്കിലും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നല്ലൊരു രീതിയിൽ എത്തിയിട്ട് ഇവരത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കഷ്ടമുണ്ട്.